നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. സ്വപ്നം കാണുകയും അത് പ്രാവർത്തികമാക്കുവാൻ നിരന്തരം ശ്രമിക്കുകയും വേണമെന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയങ്കരനായ യശശരീരനായ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമാണ്. വെറുതെ സങ്കല്പിച്ചാൽ പോരാ, അതിലേക്കായി നിരന്തരം നിതാന്തമായ കർമ്മത്തിലേർപ്പെടണം. അങ്ങനെയാണ് തികച്ചും ഒരു കുഗ്രാമത്തിൽ ദരിദ്രമായ പശ്ചാത്തലത്തിലുള്ള വീട്ടിൽ ജനിച്ച് പുറം ലോകത്തേക്ക് ഒരിക്കലും എത്തിച്ചേരുവാൻ ത്രാണിയില്ലാത്ത ഒരാൾ ഇന്ന് ലോക റെക്കോർഡിലേക്ക് കടന്നുവെന്ന് പറഞ്ഞാൽ അത് തികച്ചും അത്ഭുതം തന്നെയാണ്. പാറശാല മുതൽ കാസർഗോഡ് വരെ 9 മണിക്കൂർ കൊണ്ട് ഓടി ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ മലയാളി യുവാവ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ധനുവച്ചപുരം വൈദ്യംവിളാകത്ത് വീട്ടിൽ ദീർഘദൂര ഓട്ടക്കാരനായ ബാഹുലയനാണ് ഇല്ലായ്മയുടെ അതിരുകൾ ഓടിക്കടന്ന് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ട്രാക്കിലെ ഓട്ടം പരാജയമായിരുന്നെങ്കിലും ബാഹുലയൻ ഇതിനകം ഓടിയത് 10,000 കിലോമീറ്ററുകളാണ്. ഒരു കാലത്ത് ദേശീയപാതയിൽ നരച്ച കളർ നഷ്ടമായ ബനിയനും ധരിച്ച് നഗ്നപാതനായി നെയ്യാറ്റിൻകരയിൽ നിന്നും തലസ്ഥാനത്തേക്ക് ദിവസവും പ്രഭാതത്തിൽ ഓട്ടം പ്രാക്ടീസ് ചെയ്യുന്ന ബാഹുലയനെ നാട്ടുകാർക്ക് ഏറെ സുപരിചിതനാണ്. രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ബാഹുലയൻ ഓടുന്നതെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരുന്നു. ആരോടും ഒന്നും ആവശ്യപ്പെടാതെ തൻ്റെ ദൗത്യം അർപ്പിതമായ ഒരു നിയോഗ കർമ്മം പോലെ ഏറ്റെടുത്ത് ബാഹുലയൻ അന്ന് നടത്തിയ ഓട്ടപരിശീലനത്തിന് പിൽക്കാലത്ത് അന്തർദേശീയ പ്രശസ്തി ലഭിച്ചത് ചെറിയ കാര്യമല്ല. ദാരിദ്ര്യത്തിൽ നിന്നും ലോക പ്രശസ്തിയിലേക്ക് ഓടിക്കയറാമെന്ന് ബാഹുലയൻ നമ്മെ പഠിപ്പിച്ചതും വലിയ കാര്യമാണ്. ഇതിനിടെ ചെറുതും വലുതുമായി 800-ലധികം അവാർഡുകൾ ബാഹുലയൻ നേടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് ഇത്രയധികം നേട്ടങ്ങളും ലോക റെക്കോർഡും ഒക്കെ നേടിയിട്ടും ബാഹുലയന് വേണ്ടത്ര അംഗീകാരം സർക്കാർ തലത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും രാജ്യത്താണ് ബാഹുലയൻ ജനിച്ചതെങ്കിൽ ഇന്ന് വാരിക്കൂട്ടിയ നേട്ടങ്ങളുടെ റിട്ടേൺസിൽ സുഖമായി കഴിയാമായിരുന്നു. സർക്കാരിൽ നിന്നും ഒരു സഹായം ചെയ്യിച്ചില്ല. സ്പോർട്സ് കൗൺസിൽ കൊടുത്തിട്ട് ഒരു സഹായം കിട്ടിയിട്ടില്ലെന്ന് പറയാം. ഒരു ഡെയിലി വേസ് ജോലിയുണ്ട്. കൊല്ലം സ്പോർട്സ് കൗൺസിലാണ്, കൊല്ലം ആശ്രമ മൈതാനത്തിലെ സ്പോർട്സ് കൗൺസിലാണ് ജോലി ചെയ്യുന്നത്. സെക്യൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 7 കൊല്ലമായി ഇതുവരെ സ്ഥിരം ആക്കിയില്ല. അത് സ്ഥിര ഫയലാണ് വന്നത്. രണ്ടാമത് ഡെയിലി വേസ് 8 ദിവസം അവിടെ ഇരുന്നു സ്പോർട്സ് കൗൺസിലിൻ്റെ ഇല്ല. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മലയാളി ലിംഗോ ബുക്ക് റെക്കോർഡിൽ വേണം ഒരു കായിക തരം. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ള വേറെ ആരുമില്ല. ഇന്ത്യയിൽ തന്നെ ചരിത്രത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. വേൾഡിലും ഞാനെന്നാണ് ഇപ്പോൾ പറയണത്. വേറെ ആരും ഈ റെക്കോർഡ് ഇതുവരെ മാറ്റിയില്ല. ഇപ്പോഴും നിലവിൽ കിടക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് തന്നെ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 3500 കിലോമീറ്റർ 30 ദിവസം കൊണ്ട് ഒരു മലയാളി ഓടണമെങ്കിൽ അത് ഭയങ്കര പാടാണ്. അമേരിക്കക്കാർ ഓടും, ഇന്ത്യക്കാർക്ക് ഓടാൻ പാടാണ്. ഇന്ത്യക്കാർ പൊതുവെ മടിയന്മാരെന്നാണ് പറയണത്. കഴിഞ്ഞ 20 വർഷക്കാലമായി കായിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നതും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി നടന്നിട്ടുള്ള ദേശീയ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബാഹുലയന്